ഹായ്, ഇന്നത്തെ വീഡിയോ ChatGPTയിൽ വന്ന പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ അപ്ഡേറ്റിൽ മെയിനായിട്ട് ചേഞ്ച് വന്നത് ഇമേജ് ജനറേഷനിൽ തന്നെയാണ്. എത്രത്തോളം ചേഞ്ച് വന്നു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ChatGPT ഓപ്പൺ ചെയ്ത് പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക. ശേഷം ഞാനിവിടെ 2 ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിംഗിൾ ഫോട്ടോയെ സേവ് ദ ഡേറ്റ് പോസ്റ്റർ ഉണ്ടാക്കുന്നതാണ് കണ്ടന്റ്. ശേഷം സിമ്പിളായി ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. പിന്നെ പേരും സമയവും മാറ്റുന്നു. ശേഷം ക്രിയേറ്റ് കൊടുക്കുന്നു. എന്നാൽ സെൻറ്ററിലെ ഇമേജ് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിലെ 2 ഇമേജ് മാറിയിട്ടില്ല. വീണ്ടും സെലക്റ്റഡ് ഏരിയ വെച്ച് 2 ഇമേജ് സെലക്ട് ചെയ്യുക. ഇത് പുതിയ അപ്ഡേറ്റിൽ വന്ന ചേഞ്ചാണ്. എന്നിട്ട് വീണ്ടും ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇമേജ് ക്രിയേറ്റായി വരും. ഇപ്പോൾ അത് ചേഞ്ചായി എന്നത് കാണാൻ സാധിക്കും. ഇനി ആ സെൻറ്ററിലുള്ള ഫോട്ടോ കുറച്ച് ചിരിക്കുന്ന ഫോട്ടോയാക്കി മാറ്റണം. അതിന് വീണ്ടും പ്രോംപ്റ്റ് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇമേജ് ജനറേറ്റായി വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇമേജ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഒരു സേവ് ദ ഡേറ്റ് പോസ്റ്റർ എങ്ങനെയാണുള്ളത് അതേപോലെ കറക്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി വേറൊരു ഫോട്ടോ വെച്ച് കാണിച്ചു തരാം. ഇവിടെ ഒരു പോർഷെ കാറിൻ്റെ ഫോട്ടോയാണ് അപ്ലോഡ് ആക്കുന്നത്. ഇതൊരു സൈഡ് വ്യൂ പ്രൊഫൈൽ ഫോട്ടോയാണ്. എനിക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു റിയർ വ്യൂ ഫോട്ടോയാണ്. അതിനായി ഈ ഒരു ചെറിയ പ്രോംപ്റ്റ് കൊടുക്കുക. ശേഷം ക്രിയേറ്റ് ഇമേജ് കൊടുത്ത് കുറച്ചു കഴിഞ്ഞാൽ ഇമേജ് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകണമെങ്കിൽ ജെമിനിയിൽ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ കണ്ടാൽ മനസ്സിലാകും. അതിൽ സൂം ചെയ്താൽ തന്നെ മനസ്സിലാകും. പോർഷെ എന്ന് എഴുതിയതിൽ തന്നെ കുറേ അക്ഷരത്തെറ്റുണ്ട്. ഇതിലതില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.